ദിവസവും തന്റെ കരുത്തു കൂട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടം. പോയതിനേക്കാൾ വീരത്തോടെ തന്നെയാണ് തിരിച്ചുവരവ്. ആദ്യം രഹസ്യമായി വന്ന് പറഞ്ഞ് പരാതി പറഞ്ഞവർക്ക് മുന്നിൽ പരസ്യമായി തന്നെ വന്നു തുടങ്ങി. പിന്നെ വെല്ലുവിളിച്ചവരോടൊപ്പം വേദിയിലെത്തി. മന്ത്രിക്കും BJP ചെയർപേഴ്സണും ഒപ്പമിരുന്നു. കഴിഞ്ഞില്ല ആശമാരുടെ സമരവേദിയിൽ പ്രസംഗിച്ചു. ഇപ്പോഴാ യൂത്ത് ലീഗിന്റെ വേദിയിൽ വരെ എത്തി നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടം. കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളന വേദിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ പ്രസംഗിക്കുന്നത്. വിവാദങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും കോൺഗ്രസ് പരിപാടികളിൽ ഇതുവരെ രാഹുൽ പങ്കെടുത്തിട്ടേയില്ല. കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ പട്ടയമേളയിൽ പങ്കെടുത്ത മന്ത്രി കൃഷ്ണൻകുട്ടിക്കൊപ്പവും ശാന്തകുമാരി MLAക്കൊപ്പവും രാഹുൽ മാങ്കൂട്ടം എത്തിയിരുന്നു. മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് BJP നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് വലിയ വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക ഇടപെടൽ കൂടി മാങ്കൂട്ടം തന്റെ മണ്ഡലത്തിൽ നടത്തുകയുണ്ടായിരുന്നു. പാലക്കാട് കണ്ണാടിയിൽ കൃഷി ഓഫീസർ ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് സമരം നടത്തിയതിൽ ചുക്കാൻ പിടിച്ചത് മാങ്കൂട്ടമായിരുന്നു. ലൈഫ് ഭവൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്ന സ്ഥലങ്ങളെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്നാരോപിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഡാറ്റാ ബാങ്ക് എന്നത് ഇന്നും അവ്യക്തതയിൽ തുടരുന്ന ഒന്നാണ്. സംസ്ഥാനത്തെ 3/1 ഭൂമിയും നികത്തപ്പെട്ടപ്പോൾ കൃഷി ചെയ്യാനായി മണ്ണില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഭൂമി ചില തരമാറ്റത്തിലേക്ക് എത്തിച്ചു. നിയമപരമായി അർഹത ഉണ്ടായിട്ടും വീട് വെക്കുന്നതിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കാലം കഴിക്കുന്ന നിരവധി പേർ ആശ്വാസകരമായ വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ അതിലെ ചില വാക്കുകളും വ്യക്തതക്കുറവും വീണ്ടും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി നിർവചനങ്ങൾ ഉണ്ടാക്കുന്നതിനും തെറ്റിദ്ധാരണ വരുത്തുന്നതിനും കാരണമായി. അതിലൊന്നാണ് താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ട കുടുംബത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തടം പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് പഞ്ചായത്ത് നഗരസഭ അനുമതി നൽകണം എന്നത്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ ഈ മറുപടിയെ കുറിച്ചുള്ള വാർത്തകൾ കണ്ട നിരവധി പേരാണ് ഡാറ്റാ ബാങ്കിലെ ഭൂമികളുടെ നിയമക്കുരുക്ക് അഴിഞ്ഞു കിട്ടിയെന്ന് സന്തോഷിച്ചത്. എന്നാൽ അതിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്ന അർഹത എന്ന വാക്ക് പലവിധ അർത്ഥങ്ങൾ വരുത്തിയപ്പോൾ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ വീട് വെക്കാനാകാതെ കുറെ മനുഷ്യർ ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങുകയാണ്. അവിടേക്കാണ് അവർക്ക് ആശ്വാസമായിട്ട് മാങ്കൂട്ടം എത്തിയതും. അത് കഴിഞ്ഞാണ് പാർട്ടി പരിപാടിയിലേക്കും എത്തിയതും. അദ്ദേഹം ആ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവരുടെ വികസനത്തിന്റെ ഗീർവാണങ്ങൾ കേട്ടാൽ പ്രിയപ്പെട്ട കേരളത്തിൽ CPM-ന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുകയും CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് 2016 ആണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവശ്യ സാധനങ്ങളുടെ വില പല മടങ്ങായി വർദ്ധിച്ച് ഇന്നൊരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ പോലും അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട്. എല്ലാ മേഖലയും തച്ചു തകർന്നൊരു സർക്കാർ. എന്നാൽ ഈ സർക്കാരിന്റെ നേട്ടമായി പറയാൻ കഴിയുന്നത്, ഈ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്, ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പനെ പോലും കൊള്ളയടിച്ച കൊള്ളക്കാരുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഞാൻ ശബരിമല പോകുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ശബരിമല പോകുന്ന ആളുകളുണ്ടാകും. നമ്മള് മല കയറി 18ാം പടി കയറി ശബരിമല സന്നിധാനത്ത് പോയി ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോ അയ്യപ്പ ഭക്തരായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ ഈ CPM-ന്റെ ആളുകൾ ശബരിമല കയറുമ്പോൾ കാണുന്നത് ശ്രീകോവിലകത്തുള്ള പൊന്ന് മാത്രമാണ് എന്നുള്ള വ്യത്യാസമാണ് നമ്മളും അവരും തമ്മിലുള്ളത്. അയ്യപ്പന്റെ ദ്വാരപാലകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സർക്കാരായി ശ്രീ വിജയന്റെ സർക്കാർ മാറുകയാണ്. ദ്വാരപാലക സങ്കല്പം നിങ്ങൾക്കറിയാലോ. ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശ്രീകോവിലുള്ള അയ്യപ്പസ്വാമിയുടെ കാവൽക്കാരാണ്. കാവൽക്കാരന്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ജാതി കള്ളന്മാരായിരിക്കണം. ശ്രീ അയ്യപ്പന്റെ പൊന്നുകെട്ട ഈ നാട്ടിലെ അമ്പലം വിഴുങ്ങികളായ ശ്രീ വിജയന്റെ സർക്കാരിന് ഈ നാട്ടിലെ ഒരു മതവിശ്വാസികളും മാപ്പ് നൽകുവാൻ പോകുന്നില്ല എന്ന് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാണ്. ഇവർ വിചാരിക്കുന്നത് അയ്യപ്പന്റെ പൊന്നുകെട്ടാൽ
അയ്യപ്പ ഭക്തര് മാത്രമാണ് ഇവരോട് തെറ്റാൻ പോകുന്നതെന്നാണ്. തെറ്റാണ്. അയ്യപ്പന്റെ പൊന്ന് കെട്ടവനെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളോ ഈ നാട്ടിലെ ക്രൈസ്തവ മതവിശ്വാസികളോ എന്ന് വേണ്ട ഈ നാട്ടിൽ മതമില്ലാത്ത മനുഷ്യന്മാർ പോലും ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ശ്രീ വിജയന്റെ പാർട്ടിക്ക് നന്നായിട്ട് ബോധ്യമാകും. അങ്ങനെ സാർവത്രികമായി കുഴപ്പം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.